തെലങ്കാനയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 30 കടന്നു എന്നതാണ് വരുന്ന സങ്കടകരമായ വാർത്ത. ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും അതിൻ്റെ വാർത്തകളും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. റഹീസ്, ഇനിയും ആളുകൾ ഈ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ട് എന്നതാണോ സങ്കടകരമായ വസ്തുത? കാശ്മി, അത് തന്നെയാണ് സങ്കടകരമായ വസ്തുത. ഇന്നലെ പുലർച്ചെയായിരുന്നു ഹൈദരാബാദ് പശാമലൈ രാജ്യത്തെ സിഗച്ചി കമ്പനിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. അപ്പോൾ അതൊരു വലിയ അപകടമായിരുന്നു, വലിയ സ്ഫോടനമായിരുന്നു. ആളുകൾ തെറിച്ച് 100 മീറ്റർ അപ്പുറത്തേക്കൊക്കെയും ശരീരഭാഗങ്ങളൊക്കെ തെറിച്ചു വരുന്ന തരത്തിലുള്ള ഒരു വലിയ അപകടമാണ് ഉണ്ടായത്. അത് ഫാക്ടറിയുടെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നും ഈ രാസപ്രവർത്തനം മൂലമാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നുമുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരവും ആശങ്കയുയർത്തുന്നതുമായ വിവരം, ഓരോ മിനിറ്റുകളിലും മരണസംഖ്യ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. നിലവിൽ 37 പേർ മരിച്ചു എന്നാണ് ലഭിക്കുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. അത് 42ഉം 43ഉം ഒക്കെയായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ 37 ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഏകീകരിച്ച് നൽകുന്ന ഒരു കണക്ക്. അതിന് പ്രകാരമാണെങ്കിൽ 37 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ ഏതാണ്ട് 18 പേർ മാത്രം മരിച്ചിട്ടുണ്ട് എന്ന് കരുതിയ ഒരു അപകടമായിരുന്നു. പക്ഷേ രാത്രിയോടെ നടത്ത തെരച്ചിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പല മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെയൊക്കെയും DNA പരിശോധന ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരണസംഖ്യ ഉയരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സ്ഥലത്ത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തിയിട്ടുണ്ട്. കളക്ടർ അടക്കമുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിൽ വിശദമായ ഒരു അന്വേഷണം രാവിലെ തന്നെ തെലങ്കാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാസപ്രവർത്തനം മൂലമുണ്ടായ ഒരു പൊട്ടിത്തെറി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ നിലവിലൊരു മഴ കൂടി ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് അല്പം തടസ്സമായി മാറുന്നുണ്ട്. കാരണം ഈ തീപിടുത്തമുണ്ടായി അത് അണയ്ക്കാൻ ഇന്നലെ വൈകിട്ട് വരെ ഏതാണ്ട് സമയമെടുത്തിരുന്നു. അത്രയും നേരം എടുത്തിട്ടാണ് ഈ തീ അണയ്ക്കാനെങ്കിലും കഴിഞ്ഞത്. പിന്നീട് അകത്തേക്ക് കയറുക, രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഈ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ തോത് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തി വലുതായതുകൊണ്ട് തന്നെ അതിന് ഇനിയും കുറെ കൂടിയൊക്കെയും സമയമെടുക്കും. നിലവിൽ ഈ മരണം ഉയരുന്നത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഏതാണ്ട് 90ലധികം പേർ ഈ ഒരു ഫാക്ടറിയിൽ ആ സമയത്തുണ്ടായിരുന്നു, ആ സ്ഥലത്ത് മാത്രമായിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 28 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതായത് ഈ മരിച്ചവർ എന്ന് സ്ഥിരീകരിച്ചവരും ഒപ്പം തന്നെ നിലവിൽ ഇത് രക്ഷപ്പെട്ടു വന്നവരും ഉൾപ്പെടെയുള്ളവരെ കൂട്ടിയാലും പിന്നെയും 27 പേരെ കണ്ടെത്താനുണ്ട്, അവരെ കാണാനുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ തൊഴിലാളികളൊക്കെയും നൽകുന്നത്. ഇതിൽ പലരും ഇത്തരത്തിൽ ഈ അയൽ സംസ്ഥാന തൊഴിലാളികളാണ്. അവർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇവരുടെ രേഖകളൊക്കെയും ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ്. ഈ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു പൊട്ടിത്തെറിയിൽ ഇത്രയും പേർ മരിക്കുന്ന ഒരു അപകടം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച അത് വലിയ അപകടമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തതയുണ്ടാകുന്നുണ്ട്. മരണം 30 കടന്നു. ഒരു വലിയ രാസസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. മരണം 30 കടന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ ഈ ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൗർഭാഗ്യകരമായ സങ്കടകരമായ കാര്യം, ഒരുപക്ഷെ ഇനിയും ആ മരണനിരക്ക് ഉയർന്നേക്കാം എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും.